അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഒരു KPI കാർഡ് എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ഇവിടെ ഓൾറെഡി വാല്യൂ ഒക്കെ പറഞ്ഞതാണ്. അപ്പൊ നമുക്ക് ഇവിടെ 3 KPI കാർഡ്സ് ചെയ്യാനുണ്ട്. ആദ്യത്തെ നമുക്കിനി ചെയ്ത് നോക്കാം. അപ്പം പവർ BI ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് KPI കാർഡ് ഇതാണ് കേട്ടോ. KPI കാർഡിന്റെ അതെടുത്തു. നെക്സ്റ്റ് നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ 3 ബോക്സ് കാണാം. വാല്യൂ, ട്രെൻഡ് ആക്സിസും ഉണ്ട്, ടാർഗറ്റും ഉണ്ട്. അപ്പം വാല്യൂല് നമ്മൾ എന്താ കൊടുക്കേണ്ടത്? ടോട്ടൽ റവന്യൂ ആണ് കൊടുക്കേണ്ടത്. അപ്പൊ ടോട്ടൽ റവന്യൂ ഡ്രാഗ് ചെയ്യാം. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ട്രെൻഡ് ആക്സിസിൽ സ്റ്റാർട്ട് ഓഫ് മന്ത് ആണ്. സ്റ്റാർട്ട് ഓഫ് മന്ത് ഡ്രാഗ് ചെയ്യാം. ഇനി ടാർഗറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? പ്രീവിയസ് മന്ത് റവന്യൂ ആയിരിക്കും. കാരണം ഇവിടെ റവന്യൂ അല്ലേ വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെയും പ്രീവിയസ് മന്ത് റവന്യൂ അല്ലേ കാണേണ്ടത്. ഓക്കെ, ഇനിയിപ്പോ നമുക്ക് എന്താ KPI കാർഡ്സ് കിട്ടി. അപ്പൊ നമ്മൾ പറഞ്ഞ എല്ലാം ഇതിലില്ലേ നോക്കി. ഓൾറെഡി ഒരു ടൈറ്റിൽ വന്നിട്ടുണ്ട്. പിന്നെന്താ, നമ്മൾ അച്ചീവ് ചെയ്ത വാല്യൂ വന്നിട്ടുണ്ട്. നമ്മളുടെ ഗോള് വന്നിട്ടുണ്ട്. അപ്പം ഗോൾ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 1.77 മില്യൺ ആയിരുന്നു. പക്ഷെ നമ്മൾ അച്ചീവ് ചെയ്തത് എത്രയാ? അതിനേക്കാളും വലുതാണ്. അതിനേക്കാളും കൂടിയ ഒരു വാല്യൂ ആണ് നമ്മൾ അച്ചീവ് ചെയ്തത്, 1.83. അപ്പം ഇവിടെ എന്താ, നമ്മൾ ആ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഗ്രീൻ കളറിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഐക്കൺ കണ്ടോ? ആ ഒരു ആരോ പോലത്തെ ഐക്കൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് വേണമെങ്കിൽ ഫോർമാറ്റിൽ ചെന്നിട്ട് സൈസും കളറും ഫോണ്ടൊക്കെ വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. അപ്പം ആദ്യം നമ്മുടെ ആ ടൈറ്റിൽ ഒന്ന് ചെറുതാക്കാം. നമുക്ക് മന്ത്ലി റവന്യൂ എന്ന് മാത്രം കൊടുത്താൽ മതി. ഇവിടെ ഇപ്പൊ ടോട്ടൽ റവന്യൂ അതിന് പ്രീവിയസ് മന്ത് റവന്യൂ ബൈ സ്റ്റാർട്ട് ഓഫ് മന്ത് എന്നുള്ള കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് അതിനൊന്ന് ചെറുതാക്കിയിട്ട് ടോട്ടൽ റവന്യൂ മന്ത്ലി റവന്യൂ എന്ന് കൊടുക്കാം. അപ്പൊ ടൈറ്റിൽ എടുക്കാം. ഓക്കെ, മന്ത്ലി റവന്യൂ എന്ന് കൊടുത്തു. കണ്ടോ, ഇവിടെ ചേഞ്ച് ആയിട്ടുണ്ട്. ഇനി എന്താ, നമുക്കതിന്റെ ഫോണ്ട് വേണമെങ്കിൽ ഈ ഒരു ഫോണ്ട് ആണെങ്കിൽ എല്ലാത്തിലും യൂസ് ചെയ്യുന്നത്. ഇത് യൂസ് ചെയ്യാം. ഇവിടെ അതിന്റെ സൈസ് 10 കൊടുക്കണം. ഇനി എന്താ, ഈ ഒരു ടൈറ്റിലിനെ നമുക്ക് സെന്ററിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഇവിടെ ഹൊറിസോണ്ടൽ അലൈൻമെന്റ് ഉണ്ട്. അതിൽ സെന്റർ ക്ലിക്ക് ചെയ്താൽ അത് സെന്ററിലേക്ക് വരും. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യേണ്ടത് കോൾ ഔട്ട് വാല്യൂലാണ്. കോൾ ഔട്ട് വാല്യൂലെ ഫോണ്ട് മാറ്റി കൊടുക്കുക. സെയിം ഈ ഫോണ്ട് തന്നെ ഉപയോഗിച്ചാൽ മതി എല്ലാത്തിനും. ഓക്കെ, അതിന്റെ സൈസ് ഞാൻ 30 ആക്കി കൊടുക്കുന്നുണ്ട്. ഡിസ്പ്ലേ യൂണിറ്റ്സ് നമുക്ക് വേണമെങ്കിൽ തൗസൻഡ്സിലോ മില്യൺസിലോ ബില്യൺസിലോ എന്തിലും വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഞാനിവിടെ മില്യൺസിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ഓൾറെഡി ഉള്ള പോലെ തന്നെ. ഇനി നമുക്ക് വേണമെങ്കിൽ ടാർഗറ്റ് ലേബല് മാറ്റം വരുത്താം. അവിടെ ഓൾറെഡി ആ ഒരു ഫോണ്ട് കിടക്കുന്നത്. ഓക്കെ, ദെൻ വരുന്നത് എന്താ, സ്റ്റൈലൊക്കെയാണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് വേണമെങ്കിൽ മാറ്റം വരുത്താം. അതായത് ഫോണ്ടിന്റെ സൈസ്, കളറ്, പിന്നെന്താ, അതുപോലെ ഈ ടൈറ്റിലിന്റെ ആ വാല്യൂന്റെ എല്ലാം നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറോ, ഇവിടെയും കളറ് മാറ്റി കൊടുക്കാം. ഓക്കെ, ഇവിടെ അവര് തന്നെ ഓൾറെഡി പവർ BI തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഗുഡ് കളർ ആണെങ്കിൽ അവിടെ ഗ്രീൻ ആണെന്നുള്ളത്. അപ്പൊ അത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്താൽ കണ്ടോ, ഇവിടെ അത് ചേഞ്ച് ആവും. അപ്പൊ ഞാനിപ്പോ അത് ചേഞ്ച് ചെയ്യണമെന്നില്ല, ഗ്രീൻ തന്നെ കൊടുക്കണം. ഓക്കെ, നെക്സ്റ്റ് നമ്മളോട് വീണ്ടും 2 KPI കാർഡ്സും കൂടി ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്താ, സെയിം ഇത് തന്നെ കോപ്പി പേസ്റ്റ് ചെയ്യാണ്.